തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കൂടിക്കാഴ്ച നടത്തുകയാണ്. എം കെ സ്റ്റാലിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി. മനേഷ്, വിജയ് ഖജനാവ് കാലിയാണെന്ന് പറയുന്നു. അതങ്ങനെ കാലിയൊന്നുമല്ല, ഖജനാവിൽ പണമുണ്ട് എന്ന് എം കെ സ്റ്റാലിൻ പറയുന്നുണ്ട്. എന്തായാലും ആ തർക്കത്തിനിടയിൽ ഇപ്പോൾ വിജയ് നേരിട്ട് സ്റ്റാലിനെ കാണാനായി എത്തിയിരിക്കുകയാണല്ലേ? അനൂപ്, പ്രവിത, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക കൂടിക്കാഴ്ച തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തെ പറയാം. കാരണം ഇന്നലെ തുടങ്ങിയ സമയം മുതൽ, അതായത് ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ മുതൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. അത് വന്ദേ മാതരം വിവാദവുമായി ബന്ധപ്പെട്ട്, തമിഴ് തായ് വാഴ്ത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലായിരുന്നു രൂക്ഷമായ വിമർശനം DMK-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് വിജയ് എം കെ സ്റ്റാലിന്റെ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് TVK വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. എല്ലാ മുതിർന്ന നേതാക്കളെയും കാണും, അതിന്റെ ഭാഗമായി എന്തായാലും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നിപ്പോൾ MDMK-യുടെ നേതാവായിട്ടുള്ള വൈക്കോയെയും വിജയ് കാണും എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നാളെ തിരുമാവലവൻ, അതായത് VCK-യുടെ അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവനെയും വീട്ടിലെത്തി കാണും. അങ്ങനെ എല്ലാ ആളുകളെയും കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സൂചനകളാണ് എന്തായാലും ലഭിക്കുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണോ മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ പറഞ്ഞ TVK-യോട് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, വെള്ള ഷർട്ടും അതുപോലെ കാക്കി പാന്റും. എന്തായാലും ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ വേഷം അതാണ്. അതായത് വിജയ് വരുന്നത് പ്രമാണിച്ചാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സെയിം ഡ്രസ് കോഡിൽ തന്നെയാണ് ഇന്നിപ്പോൾ എം കെ സ്റ്റാലിനുള്ളത് എന്നതും ഒരു കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഖജനാവ് കാലിയാണ്. മനീഷ്, എന്തായാലും ഈ TVK ഭരണത്തിലേറുമ്പോൾ എന്തായാലും DMK-യുടെ ഭാഗത്തുനിന്നൊരു വമ്പൻ പ്രതിപക്ഷ നിര, ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അതേസമയം തന്നെ ഈ സന്ദർശനത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള വെറും ഒരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറം ഈ DMK TVK സഹകരണത്തിന്റെ ഒരു സൂചന കൂടിയായി കാണാൻ സാധിക്കുമോ? പ്രവിത, നേരത്തെ തന്നെ, അതായത് ഈ പറഞ്ഞ രീതിയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് TVK എത്താതിരുന്നൊരു സമയത്ത് തന്നെ മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് TVK സർക്കാർ രൂപീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും DMK ഉണ്ടാക്കില്ല, മാത്രമല്ല പരമാവധി പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ 6 മാസത്തോളം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരീക്ഷിക്കും. 6 മാസത്തിന് ശേഷമായിരിക്കും ഞങ്ങൾ അവിടെ നിന്നുമായിരിക്കും ഞങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്നതാണ്. 6 മാസത്തെ ഒരു കാലാവധി, ഒരു ഗ്രേസ് പീരീഡ് എന്തായാലും DMK-യുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമോ അല്ലെങ്കിൽ വിമർശനമോ ഒക്കെ വിജയ്ക്ക് നേരിടേണ്ടി വരിക. കാരണം ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നയാളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്തായാലും DMK-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയാണ്. എന്തായാലും DMK ആദ്യ 6 മാസം വാളെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിജയ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് എന്തായാലും സസൂക്ഷ്മം DMK എന്തായാലും നോക്കും. അതിനുശേഷം പറയാനുള്ളത് പറയുകയും പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.